അച്ഛന്റെ അടുത്തെത്തിയ സത്യ തന്റെ ചേച്ചിയോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. മോനിഷയും ബാലാജിയും ഒന്നായി എന്നു പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. അവൾ പോകുകയാണെങ്കിൽ പോകട്ടെ, നിനക്ക് അവളെക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും എന്നു പറഞ്ഞ് ചേച്ചി അവനെ ആശ്വസിപ്പിച്ചു. ഇതിനിടയിൽ മോനിഷ അവനെ കുറേ തവണ ഫോണിൽ വിളിച്ചെങ്കിലും സങ്കടം കാരണം അവൻ ഫോൺ എടുത്തില്ല. ആ രാത്രിയിൽ റൂമിലിരുന്ന് മദ്യപിച്ച സത്യ ബോധമില്ലാതെ കുറേപ്പേരെ വിളിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സത്യ എഴുന്നേറ്റപ്പോൾ കണ്ടത് അനീഷയും പഴയ കൂട്ടുകാരുമൊക്കെ അവന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. താൻ എന്തിനാണിവരെ വിളിച്ചതെന്ന് സത്യയ്ക്ക് ഓർമ്മ പോലുമില്ലായിരുന്നു. മദ്യപിച്ച ലഹരിയിൽ ഞാനിപ്പോൾ മരിക്കും, നാളെ എന്റെ ബോഡി എടുക്കാൻ എല്ലാവരും വരണം എന്ന് സത്യ ഇവരോടെല്ലാം വിളിച്ചു പറഞ്ഞിരുന്നു. അത് കേട്ട് പേടിച്ചാണ് എല്ലാവരും അവിടേക്ക് വന്നത്. ആ കൂട്ടത്തിലേക്ക് ബാലാജിയും വന്നു. ബാലാജിയെ കണ്ടപ്പോൾ താൻ മദ്യപിച്ച് അവനോട് എന്തൊക്കെ മോശമായി പറഞ്ഞിട്ടുണ്ടാകും എന്ന് സത്യ വിചാരിച്ചു. സത്യ, ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എന്ന് ബാലാജി പറഞ്ഞു. അപ്പോഴാണ് സത്യ ആ വലിയ സത്യം അറിയുന്നത്. ബാലാജി പ്രപ്പോസ് ചെയ്തപ്പോൾ മോനിഷ അത് റിജക്റ്റ് ചെയ്തു. തനിക്ക് സത്യയെയാണ് ഇഷ്ടമെന്ന് മോനിഷ ബാലാജിയോട് തുറന്നു പറഞ്ഞിരുന്നു. ഇത് കേട്ടതും സത്യയ്ക്ക് സന്തോഷമായി. മോനിഷ താഴെ അവനെ കാത്തുനിൽക്കുന്നുണ്ടെന്ന് ബാലാജി പറഞ്ഞു. ഓടിച്ചെന്ന് മോനിഷയെ കണ്ട സത്യ അവളോട് ഒരുപാട് സോറി പറഞ്ഞു. സത്യ കഴിഞ്ഞ രാത്രി മദ്യപിച്ചിട്ട് സ്റ്റാറ്റസുകൾ കാണിച്ച് മോനിഷ അവനോട് ദേഷ്യപ്പെട്ടു. അതൊക്കെ അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളോട് സോറി പറഞ്ഞു. ഒടുവിൽ സത്യ മോനിഷയോട് തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. സന്തോഷത്തോടെ അവൾ യെസ് പറയുകയും അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചെയ്തു.